Hello friends, welcome to SAT, St. Augustine Tuition Center, Marathumbadi and Puttamerikara. Please subscribe to our YouTube channel for new updated videos and also visit stagustinetuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള SSLC Physics Chapter 4 Power Transmission and Distribution. പവർ പ്രേഷണവും വിതരണവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ please like, share, comment this videos. Part 1 Power Station. The topic to be covered in this lesson are വിവിധ തരം പവർ സ്റ്റേഷനുകളുടെ പ്രവർത്തനം നമ്മൾ വിശദീകരിക്കുന്നു. ദൂരസ്ഥലങ്ങളിലേക്ക് ഉയർന്ന വോൾട്ടേജിൽ നമ്മൾ വൈദ്യുതി പ്രേഷണം ചെയ്യുന്നതിനുള്ള കാരണം വിശദീകരിക്കാൻ കഴിയുന്നു. സ്റ്റാർ കണക്ഷൻ എന്താണ്, അതിൻ്റെ പ്രയോജനം എന്താണ്, നമ്മൾ സീരീസിലും പാരലൽ രീതിയിലുമുള്ള സർക്യൂട്ടുകൾ അതുപോലെ തന്നെ ഗ്രഹ സർക്യൂട്ട് ചിത്രീകരിക്കാനും വൈദ്യുതോർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കാനും കഴിയുന്നു. സുരക്ഷയ്ക്ക് എർത്തിങ് എങ്ങനെ ഉപകരിക്കുന്നെന്ന് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നു. ട്രിപ്പിൻ പ്ലഗ് നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് എങ്ങനെയാണ്, വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകൾ നിർദ്ദേശിക്കുവാനും ആവശ്യത്തിന് പ്രയോഗിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇലക്ട്രിസിറ്റി നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന ഒരു ടേം അല്ല. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ആപ്ലിക്കേഷനൊക്കെ പഠിച്ചതാണ്. Today we will explore electrical energy, better known as electricity. Electricity എന്നാണ് പറയാം. Electricity by definition is electric current that is used as power source. Electric current ഈ കറണ്ട് എങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ചാപ്റ്റർ 3ൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണ തത്വം അനുസരിച്ച് ജനറേറ്ററുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഫോം ഓഫ് എനർജി ആണെന്ത് ഇലക്ട്രിക്കൽ കറണ്ട്. ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ദിസ് ഇലക്ട്രിക് കറണ്ട് ഈസ് ജനറേറ്റഡ് ഇൻ എ പവർ പ്ലാന്റ്. ഇത് എവിടെ ഉണ്ടാവുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ എ പവർ പ്ലാന്റ്, ദാറ്റ് ഇസ് മീൻ പവർ സ്റ്റേഷൻ, ആൻഡ് ദെൻ സെൻഡ് ഔട്ട് ഓവർ എ പവർ ഗ്രിഡ്. ഇങ്ങനെ കുറേ എന്താണ് പവർ പ്ലാന്റിൽ നിന്നും ചില ലൈൻസിലൂടെ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്നു. ക്ലിയർ? ഓക്കെ, അൾട്ടിമേറ്റ് യുവർ പവർ ഔട്ട്ലെറ്റ്. ലാസ്റ്റ് എവിടെ എത്തും? നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും. ലൈക്ക് ദിസ്. ഇതിനകത്ത് കുറേ ആൾക്കാർ നമ്മൾ കാണില്ല. പവർ പ്ലാന്റ് ഇവരൊന്നും നമ്മൾ അറിയണില്ല. അവിടെ നിന്നും ഉണ്ടാവുന്ന വൈദ്യുതിയെ നമ്മൾ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഉയർത്തി ടവറിലൂടെ ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനിൽ എത്തിച്ച് പിന്നെ എന്താണ് ട്രാൻസ്ഫോമർ ഉണ്ടോ നമ്മൾ ലാസ്റ്റ് നമ്മുടെ വീട്ടിലെത്തും, ഹോം. ഓക്കെ, ഇതിനിടയിൽ കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ? വേർ ഡസ് ഇലക്ട്രിസിറ്റി കം ഫ്രം? എവിടെയാണ് ഇലക്ട്രിസിറ്റി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? വെരി സിമ്പിൾ, ജനറേറ്റർ. ഓക്കെ, നമുക്ക് നിലവിൽ അറിയാവുന്നത് AC ജനറേറ്ററും DC ജനറേറ്ററും കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ഈ പിക്ചറൊക്കെ കണ്ടതാണ്. സോ ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ, ദിസ് ഈസ് AC ജനറേറ്റർ. ഓക്കെ, വാട്ട് ആർ ദ സോഴ്സസ്? അങ്ങനെ AC ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനായിട്ട് കുറച്ച് എനർജി വേണമല്ലോ. ദാറ്റ് എനർജി അതെവിടെ നിന്നാണ് കിട്ടുക? പവർ സ്റ്റേഷൻസ്. എവിടെ നിന്നാണ്? പവർ സ്റ്റേഷൻസ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിച്ചിട്ട് വാട്ടർ വന്ന് വീഴുന്നു, ടർബൈൻ കറക്കുന്നു, അത് ഉപയോഗിച്ച് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്താണ് ജനറേറ്ററിൻ്റെ ആർമേച്ചർ കറങ്ങുന്നു. അങ്ങനെ പിന്നെയുള്ളത് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്. ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന പവർ സ്റ്റേഷൻസ്. തെർമൽ പവർ സ്റ്റേഷൻസ്, ചൂട് ഉപയോഗിച്ചിട്ട് ഹീറ്റ് ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, സോ പവർ സ്റ്റേഷൻസ് ആർ സെൻറ്റേഴ്സ് that generating large amount of energy for the purpose of distribution. So what are power stations? ഒരു സെന്റർ ആണ് ജനറേറ്റിംഗ് ഉണ്ടാക്കുന്നു ലാർജ് അമൗണ്ട്സ് ഓഫ് എനർജി, കൂടുതൽ ഊർജ്ജം, ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. എന്തിനു വേണ്ടിയിട്ട്? വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്. വിതരണത്തിന് വേണ്ടി വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് പവർ സ്റ്റേഷനുകൾ. സോ വാട്ട് ഈസ് പവർ സ്റ്റേഷൻ? എന്താണ് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതരണത്തിന് വേണ്ടി വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് പവർ സ്റ്റേഷനുകൾ. In our country, which are the stations that generate electricity on a large scale? ഏത് കൺട്രി, ഏത് സ്ഥലത്തു നിന്നൊക്കെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയുന്ന മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ക്ലിയർ? പവർ സ്റ്റേഷനിൽ എങ്ങനെയാണ് മെക്കാനിക്കൽ എനർജി, യാന്ത്രികോർജ്ജമാണ് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് വെള്ളം ഉപയോഗിച്ചിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു ന്യൂക്ലിയർ, പിന്നെന്താണ് തെർമൽ.
അപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. മൂലമറ്റം പവർ സ്റ്റേഷൻ കണ്ടോ. ദെൻ കുട്ടിയാടി പവർ സ്റ്റേഷൻ, ഇതൊക്കെ ജലവൈദ്യുത നിലയങ്ങളാണ്. പള്ളിവാസൽ, ദെൻ ശബരിഗിരി പവർ സ്റ്റേഷൻ, ദെൻ കായംകുളം തെർമൽ പവർ സ്റ്റേഷൻ. സോ ദീസ് ആർ ദ പവർ സ്റ്റേഷൻസ്. നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വേറെയും ഉണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാവുന്ന പവർ സ്റ്റേഷൻസ് ഇതൊക്കെയാണ്. ഓക്കെ, നമ്മൾ തൊട്ടടുത്തോളൂ. സോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അതെന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം നമ്മൾ പിന്നീട് പഠിക്കും. തെർമൽ പവർ സ്റ്റേഷൻ അതും പഠിക്കും. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എന്താ പഠിച്ചത്, പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വിതരണത്തിന് വേണ്ടി നമ്മൾ വൻതോതിൽ എന്താണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. 3 എണ്ണമാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ജലവൈദ്യുത നിലയങ്ങൾ, തെർമൽ പവർ സ്റ്റേഷൻ താപ വൈദ്യുത നിലയങ്ങൾ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ന്യൂക്ലിയർ എനർജി അണു എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന പവർ സ്റ്റേഷൻസ്. ഓക്കെ, സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 2 for next video. Okay, thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.